മറ്റുള്ളവർക്ക് വേണ്ടി ചാകാൻ നമ്മളില്ലേ എന്ന നിലപാടാണ് ഇപ്പോൾ US പൗരന്മാരെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് മാധ്യമത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഈ വാർത്ത ഞാൻ വായിക്കാട്ടോ. യുവാക്കൾ യുദ്ധത്തിനെതിരെ പ്രതിസന്ധിയിലായ US സൈന്യം പ്രായപരിധി ഉയർത്തുന്നു. വിശദമായിട്ട് നമുക്കിതൊന്ന് വായിക്കാം. വാഷിംഗ്ടൺ. സൈന്യത്തിൽ ചേരാൻ തൽപരരായ പൗരന്മാർക്കുള്ള പ്രായപരിധി 35 നിന്ന് 42 ഉയർത്തി US സൈന്യം ഉത്തരവിറക്കി. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സൈന്യത്തിലേക്ക് ആവശ്യത്തിന് യുവാക്കളെ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഈ സുപ്രധാന തീരുമാനം. പരിഷ്കരിച്ച പുതിയ നിയമങ്ങൾ ഏപ്രിൽ 20 മുതൽ പ്രാബല്യത്തിൽ വരും. അപ്പോൾ ആൾക്കാർക്ക് താല്പര്യമില്ല. അപ്പോൾ എന്തായി? 35 നിന്നും പ്രായപരിധി 42 ചെറുതായിട്ട് അങ്ങ് കയറ്റി വെച്ചു. ഇനി പ്രായപരിധി ഉയർത്തിയതിന് പുറമെ നിയമന മാനദണ്ഡങ്ങളിലും സൈന്യം ഇളവുകൾ വരുത്തിയിട്ടുണ്ട്. മയക്കുമരുന്ന് കൈവശം വെച്ചതിനോ ലഹരി ഉപയോഗിച്ചതിനോ മുമ്പ് പിടിക്കപ്പെട്ടവർക്ക് സൈന്യത്തിൽ ചേരാൻ ഉണ്ടായിരുന്ന കടുത്ത നിയന്ത്രണങ്ങൾ നീക്കി. കൊള്ളാം. ഇനി ഇവർക്ക് പ്രത്യേക അനുമതി ഇല്ലാതെ തന്നെ സൈന്യത്തിൽ ചേരാനാകും. ആൾക്കാർ വേണം. ആൾ നല്ല ഷോർട്ടേജ് ആണ്. അപ്പം നിങ്ങൾ കഞ്ചാവ് അടിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി മയക്കുമരുന്ന് പിടിക്കപ്പെട്ടോ ഇതൊന്നും ഒരു സീനല്ല. നിങ്ങൾ വന്ന് ചേർന്നോ? ഇതാണ് ഇപ്പോൾ അവസ്ഥ. 2024-25 വർഷങ്ങളിൽ ലക്ഷ്യം കൈവരിക്കാനായില്ലെങ്കിലും നിശ്ചയിച്ചതിലും വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് എത്തിയത്. 2022 25% കുറവാണ് രേഖപ്പെടുത്തിയത്. അമിതവണ്ണം, മയക്കുമരുന്ന് ഉപയോഗം, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ കാരണം റിക്രൂട്ട്മെന്റിന് എത്തുന്ന പകുതിയിലധികം യുവാക്കളും അയോഗ്യരാക്കപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണമായി പറയുന്നത്. എന്നാൽ യുദ്ധത്തോടുള്ള എതിർപ്പും നിയമനത്തെ ബാധിച്ചിട്ടുണ്ട്. നിലവിൽ ഇറാനെതിരെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന യുദ്ധത്തോടുള്ള യുവാക്കളുടെ കടുത്ത വിയോജിപ്പാണ് റിക്രൂട്ട്മെന്റിനെ പ്രതികൂലമായി ബാധിക്കാൻ കാരണം. ഹിയർ ഈസ് ദ പോയിന്റ്. യുദ്ധത്തിനിടയിലുള്ള പരിക്കുകൾ, മരണഭയം, PTSD തുടങ്ങിയ കാര്യങ്ങളും യുവാക്കളെ സൈനിക സേവനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. അതേസമയം പ്രായപരിധി ഉയർത്താനുള്ള തീരുമാനം ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടതാണോ എന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. ഇറാൻ യുദ്ധത്തെ പിന്തുണക്കുന്ന മധ്യവയസ്കരായ ആളുകൾക്ക് ഇനി സൈന്യത്തിൽ ചേരാൻ അവസരമുണ്ടല്ലോ എന്ന തരത്തിലുള്ള പരിഹാസങ്ങളും ഉയരുന്നുണ്ട്. ഇതൊരു പോയിന്റ് ആണ് കേട്ടോ. 18 മുതൽ 29 വയസ്സ് വരെയുള്ള യുവാക്കളിൽ ഭൂരിഭാഗവും അമേരിക്കയുടെ വിദേശ ഇടപെടലുകളെക്കുറിച്ചും സൈനിക നീക്കങ്ങളെയും എതിർക്കുന്നവരാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അമേരിക്കൻ സൈന്യത്തിലെ അവസ്ഥ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാർ വേണമെങ്കിൽ പോയി ജോയിൻ ചെയ്തോട്ടെ. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന കണ്ടന്റുകളും അതേപോലെ തന്നെ റൈറ്റ് എക്സ്ട്രീം പ്രൊപ്പഗൻഡ കണ്ടന്റുകളും കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ, ഇറാനെ ഇപ്പം തകർക്കണം എന്നുള്ള ചോരത്തളപ്പിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാർ വേണമെങ്കിൽ പോയി ജോയിൻ ചെയ്തോട്ടെ, ഞങ്ങളില്ലേ എന്നുള്ളതാണ് ഏകദേശം 18-നും 30-നും ഇടക്ക് പ്രായമുള്ള ആൾക്കാർ പറയുന്നത് എന്നുള്ളതാണ്. അതായത് കോമൺ ആയിട്ട് അവിടുത്തെ ആൾക്കാർ ഒരു കോമൺ സെൻസ് വെച്ചൊന്ന് ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? വേറെ ആർക്കോ വേണ്ടി, വേറെ ഏതോ താല്പര്യത്തിന് വേണ്ടിയിട്ട് വേറെ ഏതോ രാജ്യത്ത് പോയി യുദ്ധം ചെയ്ത് വെറുതെ നമ്മൾ എന്തിനാണ് തല്ലുകൊള്ളുന്നേ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവൻ കളയുന്നേ എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്ക ഇറാഖിൽ നടത്തിയേക്കുന്നതും അതേപോലെ തന്നെ വിയറ്റ്നാമിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലാണെന്നുണ്ടെങ്കിലൊക്കെ കുറേ അമേരിക്കക്കാർ അവിടെ പോയി, അവിടെ കൊല്ലപ്പെട്ടു, അവർ തിരിച്ചു വന്നു. അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ തിരിച്ചു വന്ന ആൾക്കാരാണെങ്കിലോ കടുത്ത മാനസിക സമ്മർദ്ദത്തിലും അതേപോലെ തന്നെ PTSD പോലെയുള്ള രോഗങ്ങളിലും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലും കൂടിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൽ എത്ര സൈനിക സ്കൂളുകളാണുള്ളത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എത്രത്തോളം കഠിനമായ പരിശീലനങ്ങൾ സ്വയമേ ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ സൈന്യത്തിൽ ഒന്ന് ചേരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. എത്ര പേരാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ഇവരുടെ ഈ ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഹൈറ്റ് കറക്റ്റ് എത്താത്തത് കൊണ്ടും അതേപോലെ തന്നെ ഫ്ലാറ്റ് ഫൂട്ട് ആയതുകൊണ്ടൊക്കെ റിജക്റ്റ് ആവുന്ന ആൾക്കാർ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത്. അതും 18 വയസ്സും 19 വയസ്സൊക്കെ ഉള്ള ആൾക്കാരാണ് അങ്ങനെ കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മുടെ രാജ്യത്ത് കാണുന്നുണ്ടല്ലേ? അതിൻ്റെ റീസൺ എന്താണ്? നമ്മുടെ രാജ്യത്ത് വീരമൃത്യു വരിച്ചിട്ടുള്ള ആളുകളെല്ലാം തന്നെ നമ്മുടെ മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ നാടിനെതിരെ വരുന്ന ഒരു അറ്റാക്കിൽ ആ മണ്ണ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ധീരമായ ചെറുത്തുനിൽപ്പിന്റെ ഇടയ്ക്ക് മരിച്ചു പോയിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? അവർ മരണപ്പെട്ടവർ എന്ന് പോലും നമ്മൾ പറയാറില്ല. വീരമൃത്യു വരിച്ചവരെന്നാണ് നമ്മളത് അവരെ പറയാറ് അല്ലേ? അപ്പോൾ
നമ്മുടെ നാടിനെ, നമ്മുടെ സ്വന്തം മണ്ണിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ജീവൻ ബലി കൊടുത്തത്. പക്ഷേ അമേരിക്കയിലെ ഒരു പട്ടാളക്കാരൻ അമേരിക്കക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ഏതെങ്കിലും അറ്റാക്കിനെ ചെറുത്തു നിന്നുകൊണ്ടാണോ മരണപ്പെടുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നത്? അല്ല. അമേരിക്ക ഈ ഭൂഗോളത്തില് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല നാട്ടിലും ചെന്ന് പല തരത്തിലുള്ള യുദ്ധങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആർക്കോ വേണ്ടി ചെയ്യുന്ന യുദ്ധത്തിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യർ അവിടെ പോവുകയും അവിടെ കൊല്ലപ്പെടുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ വരുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത്, ഇറാനിൽ പോയി വെറുതെ വെടികൊണ്ട് മരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേലിനും വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് അമേരിക്കയിലെ യൂത്തിന്റെ അടക്കം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത്. അതായത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിചാരണ കേസുകളിൽ അറസ്റ്റ് ചെയ്ത് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും ജയിലിൽ പോവാണ്ടിരിക്കാനും വേണ്ടിയിട്ടും ബീബിയും അതേപോലെ തന്നെ നമ്മുടെ ട്രംപണ്ണനും കൂടെ കൂടിയിട്ട് ഇറാനിൽ ഒരു യുദ്ധം അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? അവിടേക്ക് കുറച്ച് പട്ടാളക്കാരങ്ങൾ അയക്കണം. അപ്പൊ ഈ രണ്ട് മനുഷ്യന്മാരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബലിയാടാവാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ ഒക്കെ പൊരുൾ എന്ന് പറയുന്നത്. അപ്പൊ ആളെ കിട്ടാത്ത സമയത്ത് ഇപ്പൊ എന്താ ചെയ്യുന്നേ? അഴിമതി കേസ്, മറ്റേ കഞ്ചാവ് അടിച്ചിട്ടുള്ള കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രഗ് കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ കുറച്ച് അമിത വെണ്ണം ഉണ്ടോ? ഈ തോക്കും പിടിച്ചൊന്നും ഓടാൻ പറ്റൂലേ? ഒരു പ്രശ്നമില്ല, നിങ്ങൾ പോര് എന്നുള്ള ഒരു സംഭവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. 42 വയസ്സ് വരെ അതിന്റെ പ്രായപരിധി ഉയർത്തി എന്നുള്ളതാണ്. 42 വയസ്സ് വരെയൊക്കെ ഇപ്പൊ ഈ എന്താ പറയാ, ക്ലർക്കായിട്ടോ അല്ലെങ്കിൽ അത്തരം ഓഫീസർ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും അത്രയും ഇതിൽ നിൽക്കുന്നേ. അല്ലാതെ ഫീൽഡിൽ ഉള്ള പട്ടാളക്കാരൊക്കെ അത്രയും ഏജിലൊന്നും ഒരു പട്ടാളവും സാധാരണ നിലനിർത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ നാട്ടിൽ 35ഓ 40ഓ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിൽ. കറക്റ്റ് അറിയത്തില്ല. അപ്പോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ആൾക്കാർ പറയുന്നത് താല്പര്യമില്ല, നമ്മളില്ലേ, നിങ്ങൾ പോയി യുദ്ധം ചെയ്തോ, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞൊരു പരിപാടി. അപ്പൊ ഈ പ്രശ്നം പക്ഷേ ഇസ്രായേലിൽ ഉണ്ടാവില്ല. കാരണം ഇസ്രായേലില് നിർബന്ധിത സൈനിക സേവനമാണ്. നിർബന്ധിത സൈനിക സേവനം നിങ്ങൾ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 വർഷം ജയിലിൽ പോയി കടന്നോ എന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാർ എനിക്കിത് ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ ജയിലിൽ കടന്നോളാം എന്ന് പറഞ്ഞിട്ട് ജയിലിൽ പോവും. എന്നാൽ ചില ആൾക്കാർ മനസ്സില്ലാ മനസ്സോട് ഈ IDF പോവും. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ പോയി ചെയ്യുന്ന ആൾക്കാരാണ് ഈ തോന്നുന്ന ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്നതെന്നുള്ളതും കൂടെ ഉണ്ട്. പക്ഷെ അമേരിക്ക എന്നിരുന്നാലും ഇസ്രായേലിന്റെ IDF ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് IDFന്റെ അത്രയും അട്രോസിറ്റി അമേരിക്കൻ സൈന്യം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്. പക്ഷെ അതങ്ങനെ പുറത്തോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, പട്ടാളക്കാർക്ക് ഫുഡില്ല, കുറച്ച് കാരറ്റും കഷ്ണങ്ങളാക്കി കൊടുത്തെന്നും പിന്നെ ഒരു ചെറിയ ഇറച്ചി കഷ്ണമാണ് ഇവർക്ക് കൊടുക്കുന്നത്, റേഷൻ സിസ്റ്റം നടപ്പിലാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ അമേരിക്കൻ മീഡിയകളിലും സോഷ്യൽ മീഡിയയിലും ഫ്ലോട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോ ഈ മാഡ്നസ് ഉള്ള ഒരു മനുഷ്യൻ അയാളുടെ ഭ്രാന്തിനനുസരിച്ചിട്ട് എന്തിന് നമ്മൾ നിന്ന് കൊടുക്കണം? അയാളുടെ ഭ്രാന്തൻ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവൻ എന്തിന് വില കൊടുക്കണം എന്നുള്ള ലെവലിലോട്ടാണ് ബേസിക്കലി അമേരിക്കയിലെ ആളുകൾ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അമേരിക്കക്കകത്ത് പലതരത്തിലുള്ള പ്രൊട്ടസ്റ്റുകൾ നടക്കുന്നുണ്ട്. ഈ യുദ്ധമൊന്നും അമേരിക്ക ചെയ്യാൻ പാടില്ല, ഇത് തെറ്റായ തീരുമാനമാണ്, ഇത് അമേരിക്കക്ക് കടുത്ത സാമ്പത്തിക ആഘാതം ഉണ്ടാക്കുന്ന തരത്തിലുള്ള യുദ്ധമാണെന്നുള്ളതാണ്. നമുക്ക് ഇംബാലൻസ് കാണാൻ പറ്റും. ഒരു ഏകദേശം 10-30,000 രൂപയോ അല്ലെങ്കിൽ ഏകദേശം ഒരു 3 ലക്ഷമോ 4 ലക്ഷമോ ഒക്കെ രൂപ വരുന്ന ഒരു ഡ്രോണിനെ തകർക്കാൻ വേണ്ടിയിട്ട് കോടികളുടെ ഒരു ആന്റി മിസൈൽ സിസ്റ്റങ്ങളൊക്കെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ തന്നെ ഇവർക്ക് ഒരു ദിവസം യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടത് എത്ര കോടി രൂപയാണെന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഇതും കൂടെ വരുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഒരു പോക്ക് ഇപ്പോൾ എന്ന് ഉള്ളതാണ്.